നമസ്കാരം. MCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാള ജൂത ശ്മശാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് സംഘർഷം. അളവെടുപ്പിനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റുകളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. മാള ജൂത ശ്മശാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് സംഘർഷം. അളവെടുപ്പിനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. മാള ജൂത ശ്മശാനത്തിന്റെ അതിർത്തി പുനർനിർണയത്തിനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ തടഞ്ഞത്. ഉദ്യോഗസ്ഥരെ തടഞ്ഞ നാട്ടുകാർക്കെതിരെ ഒരു വിഭാഗം ജനങ്ങളെത്തിയത് സ്ഥിതി സംഘർഷഭരിതമാക്കി. പിന്നീട് പോലീസ് എത്തി നാട്ടുകാരുമായി സംസാരിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർക്ക് അളവെടുപ്പ് തുടരാനായത്. ജൂത ശ്മശാനത്തിന്റെ സർവേ സ്കെച്ചിലുള്ള അതിർത്തിയുടെ പുനർനിർണയത്തിനാണ് ഉദ്യോഗസ്ഥരെത്തിയത്. ചാലക്കുടി താലൂക്ക് ഓഫീസിൽ നിന്നുള്ള സർവേയർ PV ബിന്ദുവിന്റെ നേതൃത്വത്തിലാണ് അളവെടുപ്പ് നടന്നത്. അല്ലാതെ നാട്ടുകാരുടെ ആശങ്ക ഇത് ഒരു ഒറ്റ നടപടിക്കൊന്നും ആവില്ല. അല്ല ആദ്യം കുറ്റപ്പെടുത്തട്ടെ. അതെ ഞാൻ നേരത്തെ പറഞ്ഞത് 3 പ്രാവശ്യം സർവകക്ഷി യോഗം കൂടി MLA-യുടെ നേതൃത്വം അതിലെടുത്ത തീരുമാനങ്ങളൊക്കെ വയലേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മൊത്തം ഈ പുരാവസ്തു ഇതിലേക്ക് പോകും. അപ്പൊ ഇപ്പൊ അളക്കണമെന്നുണ്ടെങ്കിൽ ാണെന്ന് പരസ്പരം സമ്മതിക്കുന്നു. അതായത് ഈ പറയുന്ന സ്റ്റേഡിയത്തിൽ ഒരു കഷ്ണം കല്ല് വെച്ചാൽ നമുക്ക് ഈ ഇത് പഞ്ചായത്ത് പ്രശ്നം നിങ്ങൾ നോക്കൂ. അപ്പൊ ചുറ്റും വീതിയുള്ള വഴി വന്നത് നല്ലതല്ലേ? ഇവരിപ്പോ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പടന്ന് കിട്ടപ്പെട്ട് 8 ഏക്കറ എന്ന് വരുന്നത് അത് വേറെ പുരാവസ്തു അല്ല അവർക്ക് പുരാവസ്തു കൊടുക്കല. വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റുകളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. മാള കാർമൽ കോളേജിലെ NSS അംഗങ്ങളുടെ സപ്തദിന സഹവാസ ക്യാമ്പ് മാനവത 2018 തുടക്കമായി. മാള സെന്റ് ആന്റണി സ്കൂളിൽ VR സുനിൽകുമാർ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രളയത്തിന് മുമ്പ് പ്രളയത്തിന് ശേഷം ഇതൊരു കാലഘട്ടമായിട്ട് തന്നെ നമുക്ക് കണക്കൂട്ടാം. നമ്മൾ കണ്ടിട്ടുള്ള പ്രളയം ഇതാണ്. 1924 പ്രളയമല്ല നമ്മൾ കണ്ടിട്ടുള്ള പ്രളയം. നമ്മൾ പേടിപ്പെടുത്തിയിട്ടുള്ളതും ഞാനൊക്കെ ഒരു മാസത്തോളം തന്നെ ശരിക്കും ഉറങ്ങാത്ത ദിവസങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഈ പ്രളയവുമായി ബന്ധപ്പെട്ടുള്ള ദിവസമാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊരു സാമാജികനായിരിക്കുമ്പോൾ ആരെങ്കിലും മരണപ്പെട്ടാൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മുടെ തലയിൽ വരും എന്നുള്ളത് ഒരു ടെൻഷനായിട്ട് തന്നെ. നിങ്ങളുടെ കോളേജിലേക്ക് ബോട്ടിൽ വന്നത് ഞാനാണ്. കോളേജിലേക്ക് ബോട്ടും കൊണ്ടുവന്ന ആ ബോട്ടിൽ സിസ്റ്ററൊക്കെ അടുത്തേക്ക് അവിടേക്ക് വന്നത് ഞാൻ. അത്രയും വെള്ളം അതിലൂടെ മാത്രമേ അന്ന് ബോട്ടിറങ്ങാൻ കഴിയുമായിരുന്നു. ആ വഴി മാത്രമാണ് നമുക്ക് കൂഴൂര്, അന്നമരട, മാള പഞ്ചായത്തുകളിലേക്ക് ആളുകളെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആ വഴി മാത്രമാണ് നമ്മുടെ മുന്നിൽ. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗൗരി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ലിജോ, പഞ്ചായത്ത് അംഗങ്ങളായ ജൂലി ബെന്നി, TK ജിനേഷ്, ശോഭ സുഭാഷ്, TP പാപ്പച്ചൻ, സെന്റ് ആന്റണി സ്കൂൾ പ്രിൻസിപ്പൽ VA ലില്ലി, ജയൻ PS, ഡേവിസ് പാറേക്കാട്ട്,
NSS ഓഫീസർമാരായ ഡോക്ടർ പ്രിൻസി, ഡോക്ടർ വിനീത എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സ്കൂളിലെ സഹപാഠിയുടെ ഭവന നിർമ്മാണത്തിനുള്ള ആദ്യ ഗഡു കൈമാറി. വാഴക്കന്ന് വിതരണം നടന്നു. പ്രളയം ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച മാള പഞ്ചായത്തിലെ നെയ്തക്കുടി പ്രദേശത്തെ വാർഡുകളിലെ ഉന്നമനമാണ് സഹവാസ ക്യാമ്പിന്റെ ലക്ഷ്യം. GVHSS പുത്തഞ്ചിറ VHSC വിഭാഗം NSS അംഗങ്ങളുടെ സപ്തദിന സഹവാസ ക്യാമ്പ് കർമ്മ 2018 പുത്തഞ്ചിറ GUP സ്കൂളിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN നദീർ ഉദ്ഘാടനം ചെയ്തു. മധുരമുള്ള ഒരു ഓർമ്മയാക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിരവധിയായിട്ടുള്ള സാമൂഹ്യപരമായ ഇടപെടലുകൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. വ്യക്തിപരമായിട്ടുള്ള വികസനത്തിനപ്പുറത്തേക്ക് നമ്മുടെ പരിസരവും നമ്മുടെ നാടും നമ്മുടെ ദേശവും ഒക്കെ ഒരു മതേതരത്വത്തിന്റെ മകുടോദാഹരണമായി നിലനിൽക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട്, ഇല്ലേ? ആ ഉത്തരവാദിത്വം നിറവേറ്റണമെങ്കിൽ നിങ്ങളിലാണ് ഇനി നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി ഇരിക്കുന്നത്. വരാൻ പോകുന്ന നാളുകൾ ഇപ്പോൾ 7 ദിവസം ഈ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന NSS വളണ്ടിയേഴ്സിൻ്റെതാണ്. ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ 7 ദിവസം എന്ന് പറയുന്നത് ആ 7 ദിനരാത്രങ്ങൾ മുഴുവനും അതിന്റെ ഓരോ നിമിഷങ്ങളും വ്യത്യസ്തങ്ങളായുള്ള മേഖലകളെ അഭിമുഖീകരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് മണ്ണിനെയും പ്രകൃതിയെയും മനുഷ്യനെയും വായുവിനെയും ജലത്തിനെയും ഒക്കെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു തലമുറയിലെ വക്താക്കളാണ് നമ്മൾ, അതല്ലെങ്കിൽ ഞങ്ങൾ എന്ന ആത്മപരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പ്. വെറുതെ ഒരു 7 ദിവസം കളയുന്നതിന് വേണ്ടിയിട്ടാണോ? അല്ല. 7 ദിവസങ്ങൾ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന നിരവധിയായിട്ടുള്ള വർഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. PTA പ്രസിഡന്റ് VA ഹക്കീം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ EM ബിന്ദു, TK ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുധാകരൻ, VN രാജേഷ്, MP സോണി, KK യൂസഫ് എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിഭാഗം NSS അംഗങ്ങളുടെ സപ്തദിന സഹവാസ ക്യാമ്പ് ദർപ്പണം 2018 വെള്ളൂർ തെക്കുമുറി ഹൈസ്കൂളിൽ തുടക്കമായി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഒരു വ്യക്തിത്വ രൂപീകരണമാണ് ഈ 7 ദിവസം കൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് വന്ന നിങ്ങളായിരിക്കില്ല 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വീടുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകും. ഇന്നൊരു പക്ഷേ കുട്ടികൾക്ക് നിൽക്കണമോ വേണ്ടയോ എന്നുള്ളൊരു ധാരണയായിരിക്കാം ഇന്ന് ക്യാമ്പുകളിൽ. പക്ഷെ 7 ദിവസം പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് പോകണമോ വേണ്ടയോ എന്നുള്ളൊരു തോന്നലായി. മറ്റൊന്നും കൊണ്ടല്ല, വലിയൊരു കൂട്ടായ്മയാണ് നിങ്ങൾക്കിടയിൽ ഈ 7 ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. വലിയൊരു മാറ്റമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക്, ഭാവി ജീവിതത്തിലേക്കുള്ള കരുതിവെക്കലായിട്ട് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഒക്കെ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ്, നിങ്ങൾക്ക് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാം തന്നെ ഈ ക്യാമ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമുക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന അധികാരങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഒന്നും തന്നെ നിഷേധിക്കപ്പെടാതെ, നമ്മളുടെ മൗലിക അവകാശങ്ങളും മറ്റുള്ളവരുടെ മൗലിക അവകാശങ്ങളും ഒന്നും തന്നെ നിഷേധിക്കപ്പെടാതെ ഒരു പൊതുസമൂഹത്തിൽ ഒരു മനുഷ്യനെ എങ്ങനെ വാർത്തെടുക്കാം, ഒരു പൊതുസമൂഹത്തെ എങ്ങനെ വാർത്തെടുക്കാം, പൊതുസമൂഹത്തിലെ മനുഷ്യരുടേതായിട്ടുള്ള വിഷയങ്ങളെ എല്ലാം തന്നെ എങ്ങനെ പഠിക്കാം, രാഷ്ട്ര നിർമ്മാണത്തിൽ എങ്ങനെ നിങ്ങൾക്ക് പങ്കാളിയാവാൻ കഴിയും എന്നുള്ളതാണ് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് VN നദീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സുധാകരൻ, പ്രിൻസിപ്പൽ NT അനികുമാരി, CK ബേബി, TK ഉണ്ണികൃഷ്ണൻ, സംഗീത അനീഷ്, PN നിസാർ, വാസന്തി സുബ്രഹ്മണ്യൻ, KV സുജിത്ലാൽ, KM ലത, EM ബിന്ദു, ഹെഡ് മിസ്ട്രസ് KK ബിന്ദു എന്നിവർ സംസാരിച്ചു.
അന്തരിച്ച യുവ സംവിധായകൻ മോഹൻ രാഘവന്റെ സ്മരണയ്ക്കായി കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 7ാമത് ചലച്ചിത്രോത്സവം മോഹനം 2018 കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ തുടക്കമായി. ചലച്ചിത്ര നടൻ VK ശ്രീരാമൻ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര പ്രവർത്തകൻ ആന്റണി ഈസ്റ്റ്മാൻ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ വിനോദ് സുകുമാരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ചലച്ചിത്ര പിന്നണി ഗായിക പുഷ്പാവതി മുഖ്യാതിഥിയായിരുന്നു. PK കിട്ടൻ, തുമ്പൂർ ലോഹിതാക്ഷൻ, PT വിൽസൺ, കാതറിൻ പോൾ, ഷൈൻ അവരേഷ് എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചിത്രമായി തമിഴ്നാട്ടിലെ ജാതി വിവേചനത്തിന്റെ കഥ പറയുന്ന പരിയേറും പെരുമാൾ പ്രദർശിപ്പിച്ചു. വിദേശ ചിത്രങ്ങളും ഇന്ത്യൻ ഭാഷാ ചിത്രങ്ങളും മലയാള ചിത്രങ്ങളും ഉൾപ്പെടെ സാമുദായിക അന്തരീക്ഷങ്ങളെ അവതരിപ്പിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട 10 ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. തൃശൂർ ജില്ലാ പഞ്ചായത്ത്, കേരള ചലച്ചിത്ര അക്കാദമി, ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മേളയിൽ ഗ്രാമികയ്ക്കൊപ്പം അന്നമനട ഓഫ് സ്റ്റേജ്, അന്നനാട് ഫ്രെയിംസ് ഫിലിം സൊസൈറ്റി, വടമ കരിന്തലക്കൂട്ടം എന്നിവർ സഹസംഘാടകരാണ്. കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട സംവിധായകരായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ലിജോ ജോസ് പെല്ലിശ്ശേരിക്കാണ് ഈ വർഷം. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി പുതുവർഷ ദിനത്തിൽ നടത്തുന്ന വനിതാ മതിൽ വിജയിപ്പിക്കുവാൻ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു. മുനിസിപ്പൽ സംഘാടക സമിതി ഡിസംബർ 24-ന് 11 മണിക്ക് മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ രൂപീകരിക്കും. നാരായണമംഗലം UP സ്കൂൾ നഗരസഭ ഏറ്റെടുക്കും. നിരുപാധികമാണ് സ്കൂൾ കൈമാറുന്നതെന്ന് നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ പറഞ്ഞു. വിദ്യാലയത്തിന്റെ ആസ്തി സംബന്ധിച്ച് റവന്യൂ രജിസ്ട്രേഷൻ അധികാരികളിൽ നിന്ന് രേഖകൾ ലഭിക്കുന്ന മുറയ്ക്ക് സ്കൂൾ ഏറ്റെടുക്കും. VR ശ്രീൽകുമാർ MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് അനുവദിച്ച ഹൈമാസ് ലൈറ്റ് വടക്കേനടയിൽ വില്ലേജ് ഓഫീസിന് സമീപത്ത് സ്ഥാപിക്കുവാൻ കൗൺസിൽ അംഗീകാരം നൽകി. യോഗത്തിൽ ചെയർമാൻ KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. ഹണി പീതാംബരൻ, KS കൈസാബ്, CK രാമനാഥൻ, PN രാമദാസ്, CC വിപിൻ ചന്ദ്രൻ, VG ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് CP രമേശൻ, TP പ്രഭേഷ്, PO ദേവസി എന്നിവർ പ്രസംഗിച്ചു. ഒന്ന്, രണ്ടാമത് ഇത് പിടിക്കാനായി ഒരു കോടതി ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ സ്ഥാനം പിടിച്ചു പിടിക്കാനായിട്ട് ഹൈക്കോടതിയിൽ പോയ ആളുകളോട് ഹൈക്കോടതി പറഞ്ഞത് ജില്ലാ കളക്ടറോട് ആവശ്യമായ നടപടിയെടുക്കാനാണ്. അല്ലാണ്ട് ഈ ഭൂമി പിടിച്ചെടുക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. പിന്നെ അത് നഗരസഭയോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ കള്ളാസ് കാണിക്കാൻ കഴിയോ? ആ ഭൂമി പിടിച്ചെടുക്കാൻ ഹൈക്കോടതി കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടില്ല. ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ടില്ല. നിയമപരമായി യഥാർത്ഥ വസ്തുത മനസ്സിലാക്കി വേണ്ട നടപടി എടുക്കാനാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇനി അതിനപ്പുറത്തെ വിശദാംശങ്ങൾ വേണമെങ്കിൽ ഞാൻ തരാം. കാര്യമായി അതിന്റെ ഇതിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് പോകില്ല. കാരണം ബിബിന് അതിന്റെ മറുപടി ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞു. അതായത് അത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അതിന്റെ 10 കൊല്ലത്തെ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. എനിക്കറിയാവുന്ന വസ്തുത ഞാൻ പറയാണ്. എത്രയോ വർഷങ്ങൾക്ക് 1920-ാം നൂറ്റാണ്ടില് തന്നിട്ടുള്ള ഭൂമിയാണ്. അത് പാട്ടത്തിന് തന്ന ഭൂമിയല്ല, മനസ്സിലാക്കേണ്ടതാണ്. പാട്ടത്തിന് തന്ന ഭൂമിയല്ല, അതിന്റെ അകത്തുള്ള വൃക്ഷങ്ങൾ ഉൾപ്പെടെയാണ് പാട്ടത്തിന് തന്നിട്ടുള്ളത്. ആ പാട്ടത്തിന്റെ നിയമക്കാർ നിർത്തിവെച്ചപ്പോഴാണ് ആ പാട്ടടക്കായിരുന്നത്. മനസ്സിലായ? അതിപ്പോഴും പൊയ്യ ഗ്രാമപഞ്ചായത്ത് മഹാത്മാ ഫാർമേഴ്സ് ക്ലബ് 5ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ പയർ, കപ്പ എന്നീ കൃഷികളുടെ വിളവെടുപ്പ് നടന്നു. വാർഡ് മെമ്പർ സിന്ധു ജോയ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളിൽ ഒരാൾ മരിച്ചിട്ട് ഇന്നേക്ക് 15 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ വളരെ ലളിതമായ രീതിയിൽ ആ ചടങ്ങിന് മാത്രമായിട്ടാണ് ഈ വർഷം നമ്മൾ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് ആഘോഷം നടത്തുന്നത്. നിങ്ങൾക്കറിയാം, സമാധാനത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും ചിലപ്പോൾ കഷ്ടപ്പാടുകളും വേദനകളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് ആരിലും ഉണ്ടായിട്ടുണ്ട്. വളരെ ഒത്തിരിയേറെ സഹനം ഉള്ളൊരു വ്യക്തിയായിരുന്നു പോയത്. വലിയൊരു മാതൃക നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾക്ക് വലിയൊരു കുരിശും മരം ചുമന്ന് വലിയൊരു സഹനത്തിൻ്റെ മാതൃക കാണിച്ചാണ് യേശുക്രിസ്തു ഇവിടെ നിന്ന് പിറന്നു പോയത്. ആ സഹനം അപ്പോൾ എല്ലാവരും അവിടെ പോയി നല്ലൊരു ക്രിസ്തുമസ് ആഘോഷിക്കണമെന്ന് മാത്രം എനിക്ക് ഈ അവസരത്തിൽ പറയും. ഈ ക്രിസ്തുമസിൻ്റെയും പിന്നെ നമ്മുടെ 2019 ക്ലബ് പ്രസിഡന്റ് സുരേന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കല്യാണി, ക്ലബ് അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ സംബന്ധിച്ചു. കേരളത്തെ
കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കരുത് എന്ന മുദ്രാവാക്യമുയർത്തി പൊയ്യയിൽ നിന്നും ശനിയാഴ്ച രാവിലെ ആരംഭിച്ച വനിതാ കാൽനട പ്രചരണ ജാഥ വൈകിട്ട് പൂപ്പത്തിയിൽ സമാപിച്ചു. ഏരിയ കമ്മിറ്റി അംഗം ചന്ദ്രിക ശിവരാമൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ചരിത്രത്തെ വായിച്ച് പഠിച്ച് കേട്ടറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. എൻ്റെ തലമുറ എൻ്റെ കാരണന്മാരായിട്ടുള്ള കാലഘട്ടത്തിലാണ് നടന്നിട്ടുള്ളത്. കണ്ടറിഞ്ഞ ചരിത്രം അല്ല, കേട്ടറിഞ്ഞ ചരിത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആ കേട്ടറിഞ്ഞ ചരിത്രത്തെ ഇന്ന് വളച്ചൊടിച്ചു കൊണ്ടുപോകാനായിട്ട് ഇവിടുത്തെ സ്ത്രീ സമൂഹം തയ്യാറല്ല. ഇവിടുത്തെ സ്ത്രീ സമൂഹം ഇന്നുണ്ടാകുന്ന മതില് അത് പുരോഗമന പ്രസ്ഥാനത്തിന്റെ മതിലാണ്, അത് ഇവിടുത്തെ നവോത്ഥാനത്തിന്റെ മതിലാണ്. ആ മതിലിനെ അടിച്ചു തകർക്കാനോ അതിൽ വിള്ളലുണ്ടാക്കാനോ ഏത് ശക്തി വിചാരിച്ചാലും ഇവിടെ നടക്കുകയില്ല എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത്. 11ാം വാർഡ് മെമ്പർ മിനി അശോകൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ സിജി വിനോദ്, വൈസ് ക്യാപ്റ്റൻ സിബി ഫ്രാൻസിസ്, ലക്ഷ്മണൻ, ഹക്കീം, CS രഘു, അഡ്വക്കേറ്റ് ജോജി ജോർജ് എന്നിവർ സംസാരിച്ചു. പൂപ്പത്തി സരസ്വതി വിദ്യാലയത്തിൽ മാതൃദിനവും തിരുവാതിരയും ആഘോഷിച്ചു. വിദ്യാലയം പ്രസിഡന്റ് CV ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാസുദേവൻ പനമ്പിള്ളി, റിട്ടയർഡ് അധ്യാപിക സതീദേവി മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി സുധാർജുനൻ, AR സത്യൻ, ജിനി സുഭാഷിതൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് അമ്മമാർ, വിദ്യാർത്ഥികൾ എന്നിവരുടെ തിരുവാതിരക്കളി നടന്നു. By our staff, a song by Smita Shaji. കൊടുങ്ങല്ലൂർ മഹൽ വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന തൊഴിൽ നൈപുണ്യ ശില്പശാല ശനിയാഴ്ച നടക്കും. രാവിലെ 9:30 ചെയർമാൻ ഓർഫനേജ് ഹാളിൽ ആരംഭിക്കുന്ന ശില്പശാലയിൽ AP നിസാം, അഭിഷാദ് ഗുരുവായൂർ എന്നിവർ ക്ലാസ് നയിക്കും. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള തൊഴിൽദാതാക്കൾ ശില്പശാലയിൽ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ PA മുഹമ്മദ് സയ്യിദ്, കൺവീനർ ജലീൽ മാള എന്നിവർ അറിയിച്ചു. സ്വന്തം വ്യവസ്ഥിതി, സ്വന്തം സ്ഥിതി മാറണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു സമൂഹത്തിനെ, ഒരു വ്യക്തിയെ, ഒരു പ്രസ്ഥാനത്തിനെയും പഠിച്ചാൽ സഹായിക്കില്ല. നമ്മളോട് പറഞ്ഞത് മുഴുവൻ എനിക്ക് ആവശ്യം എന്നോട് ചോദിച്ചോ, എന്നോട് ചോദിക്കാൻ ഞാൻ ഉത്തരം ഞാനെല്ലാവർക്കും വേറെ ആരാണെന്ന് ചോദിക്കുന്നത്. ഒരുപാട് സന്ദർഭങ്ങൾ പഠിച്ചാൽ നമ്മളെ സഹായിക്കും.
തയ്യാറായി നിൽക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളത് ആഗ്രഹിക്കണം. നമ്മളത് ആഗ്രഹിച്ച് അതേ പച്ചമ്പരം നമുക്ക് ചെയ്തു തരും. അപ്പോൾ വഴികൾ തുറന്നു തരും. ദൈവം വളരെ കാര്യങ്ങളുള്ളത് യാതൊരു സംശയമില്ല. പക്ഷെ അവരുടെ കാര്യത്തിൽ നമ്മൾ അർഹരാകുന്നത് നമ്മൾ തയ്യാറാക്കുന്നത്. വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. തുടങ്ങാൻ തുടങ്ങിയതിൽ നമുക്കറിയാമോ ഇത്ര വിശദമാക്കിയത്. നമ്മളിപ്പോൾ വളരെ പ്രയാസമായിട്ട് വായിച്ചു പറഞ്ഞാൽ അതിന് വേറെ വലിയൊരു അർത്ഥമുണ്ടായിരുന്നു. ഞാൻ സുഹൃത്ത് ജലീലിനോട് വനിതാ മതിലിൽ സഹകരിക്കണമെന്ന ആവശ്യം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രത്യേക അജണ്ടയായി കൊണ്ടുവന്ന നടപടിയിൽ BJP കൗൺസിലർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി. പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ നൽകാതെയും മറ്റു സൗകര്യങ്ങൾ ഒരുക്കാതെയും വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് BJP പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് VG ഉണ്ണികൃഷ്ണൻ, ON ജയദേവൻ, ശാലിനി വെങ്കിടേഷ്, ഡോക്ടർ ആശാലത, സന്ധ്യാനൂപ്, രശ്മി ബാബു, ബിന്ദു പ്രദീപ്, TS സജീവൻ, ലക്ഷ്മി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS അംഗങ്ങളുടെ സപ്തദിന സഹവാസ ക്യാമ്പ് ഭൂമിക 2018 ആരംഭിച്ചു. പൊയ്യ സെന്റ് തെരേസാസ് UP സ്കൂളിൽ പൊയ്യ ലിറ്റിൽ ഫ്ലവർ ദേവാലയ വികാരി റവറന്റ് ഫാദർ ആന്റണി തെക്കിനിയത്ത് ഉദ്ഘാടനം ചെയ്തു. എനിക്കൊരു ഗുണം കിട്ടിയത് അതിന് മുമ്പത്തെ പ്രളയത്തിന് വേണ്ടി ദുരിതാശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ സംഭരിച്ചു വെച്ച ഒരുപാട് അരിയും അതുപോലെ മറ്റ് സാധനങ്ങളുണ്ടായി. പെട്ടെന്ന് അത് ഈ ക്യാമ്പിലേക്ക് മാറ്റാനും ഇവരെ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ അവരെ അഫോർഡ് ചെയ്യാൻ സാധിച്ചു. പിന്നീടാണ് പഞ്ചായത്തിൽ നിന്നുള്ള സഹായങ്ങളൊക്കെ വന്നു ചേർന്നത്. ആദ്യം നമ്മൾ സംഭരിച്ചു വെച്ച വിഭവങ്ങൾ ഇവർക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ക്യാമ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ക്യാമ്പാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ബാല്യം കഴിഞ്ഞു, കൗമാരം നിങ്ങൾ പിന്നിടുകയാണ്. ഇനി യൗവനത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. ബാല്യത്തിലും കൗമാരത്തിലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്. അതെല്ലാം ഈ പ്രവൃത്തി പദത്തിലേക്ക് എത്തിക്കുന്നത് ശരിക്കും യൗവനത്തിലാണ്. അത് ആരംഭിക്കുന്ന യൗവനത്തിലാണ്. നമ്മള് നിങ്ങളുടെ ഗാനത്തിന് പാടിയതുപോലെ മനസ്സ് നന്നാവുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഞ്ചായത്ത് പ്രസിഡന്റ് TM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ സിസ്റ്റർ ജെയിൻ, ഇരിഞ്ഞാലക്കുട അർവേണിയ പ്രൊവിൻസ് റവറന്റ് സിസ്റ്റർ ലില്ലി മരിയ, സുനിൽ കുമാർ, രാജീവ് നമ്പീശൻ, കെ റോജി, PJ ജിമോൾ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചന്തപുരയിൽ ബസ് സ്റ്റാൻഡിന് സമീപം വെട്ടിയിട്ട വലിയ മരത്തിന്റെ കഷ്ണങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞിട്ടും നീക്കം ചെയ്യാത്തത് ദേശീയപാത ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും നിരുത്തരവാദിത്തവും മൂലമാണെന്ന് നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ ആരോപിച്ചു. റോഡ് ഗതാഗതത്തിനും കാൽനടയാത്രക്കാർക്കും റോഡരികിൽ വലിയ മരക്കഷ്ണങ്ങൾ കിടക്കുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. പലതവണ ദേശീയപാത അധികൃതരുമായി സംസാരിച്ചിട്ടും ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ല. അവിടെയുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കും വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നതെന്ന് നഗരത്തിൽ സിഗ്നലിനും ബസ് സ്റ്റാൻഡിനുമിടയ്ക്ക് ഏറ്റവും തിരക്കേറിയ ഈ സ്ഥലത്ത് നിന്ന് മരം മാറ്റുവാൻ നാഷണൽ ഹൈവേ അധികൃതർ കരാറുകാരനുമായി ബന്ധപ്പെട്ട് ഉടൻ നടപടി സ്വീകരിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു. ഈ മരം വെട്ടിയ 1.5 മാസമായി മരം വെട്ടിയിട്ടെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവർ മരം വെട്ടാൻ വേണ്ടി ഈ ഹോട്ടല് 6 ദിവസം കൂട്ടിയിടണേ ഒന്ന്. അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഹോട്ടലിൻ്റെ ബിസിനസ് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇതിൻ്റെ മുന്നിൽ മൊത്തം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് മരങ്ങൾ കഷ്ടിച്ചിട്ടിരിക്കണം. അതുകൊണ്ട് കച്ചവടമാകെ അവതാളത്തിലേക്ക് എടുക്കണം. വളരെ ഭീമമായ വാടക കൊടുത്തിങ്ങാഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. എത്രയും വേഗത്തിൽ നീക്കി തരാമെന്ന് അധികാരികളോട് അപേക്ഷിച്ചിട്ടുണ്ട്. മാള ഗ്രാമപഞ്ചായത്ത് വനിതാ മതിൽ സംഘാടക സമിതി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് PK സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. അതീതമായിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയൊക്കെ നിലനിന്നൊരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് ചില ആലോചിക്കാൻ പോലും പറ്റാത്ത പഴയ തലമുറക്കാർക്കാരെ പറ്റി അറിയാൻ പറ്റും, പക്ഷെ പുതിയ തലമുറക്കാർക്കാരെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അതിനൊക്കെ വ്യത്യസ്തമായി കൊണ്ട് ഇന്ന് സ്ത്രീകൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണത്തോളം ഈ കുടുംബശ്രീ പ്രസ്ഥാനം 97 ഞങ്ങളൊക്കെ കുടുംബശ്രീ പ്രസ്ഥാനം
രൂപീകരിച്ച മാള പഞ്ചായത്തിൽ ഞങ്ങൾ രാജഗോപുരം ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനം രൂപീകരിക്കാൻ ഇറങ്ങിയ സമയത്ത് ഒരു 50 വീട്ടിൽ കയറി ഇറങ്ങിയാലാണ് ഒരു 10 പേര് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. 50 വീട്ടിൽ കയറിയാണ്. പിന്നെയൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ ആരെങ്കിലും വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് ഞങ്ങളെ കാണുമ്പോൾ അടുത്തേക്ക് തലവിരിക്കുന്ന ഈ ആമ തലവിരിക്കുന്ന ഒരു രീതിയിലായിരുന്നു അന്നത്തെ പ്രവർത്തനം. അന്നൊന്നും ആരും കാര്യമായിട്ട് കുടുംബം ഈ പൊതുരംഗത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സർക്കാർ ജോലിയുള്ള ആൾക്കാർ മാത്രമാണ് കാര്യമായിട്ട് രംഗത്ത് വന്നിരുന്നുള്ളൂ. എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ചാൽ പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ മാത്രമാണ് ആ പരിപാടിക്ക് വന്നിരുന്നത്. പിന്നെ തൊഴിലുറപ്പ് 97 എത്ര 20 വർഷം കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകളില്ലാത്ത ഒരു മേഖലയും ഇല്ല എന്ന് തന്നെ പറയും. അപ്പൊ അതൊക്കെ ആ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നതിന്റെ ഒരു പ്രത്യേകതയാണ് നമുക്ക് എടുത്തു കളിക്കുന്നത്. വൈസ് പ്രസിഡന്റ് ഗൗരി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ടി പി രവീന്ദ്രൻ, പി കെ ശ്രീജിത്ത്, ബിന്ദു ബാബു, സെക്രട്ടറി കെ ബിന്ദു, ജയശ്രീ, അമ്പിളി തിലകൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ കുന്നത്തേരി അമൃത കുടുംബശ്രീയുടെ കീഴിലുള്ള ചൈതന്യ JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചെയ്ത നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടന്നു. വികസനകാര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി നിസാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷവും ചൈതന്യ JLG ഗ്രൂപ്പ് ഒരു കൊയ്ത്തുത്സവം ഇവിടെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഉദ്ഘാടനം നടത്തിയതാണ്. 5 ഏക്കർ നെൽപ്പാടത്തിലാണ് നെൽകൃഷിയാണ് ഇത്തവണ ഇവർ ചെയ്തിരിക്കുന്നത്. 5 ഏക്കർ ഈ ഗ്രൂപ്പാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പച്ചക്കറി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും ഇവരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പ്രോത്സാഹനമാണ്. കാരണം ഈ തരിശ് ഭൂമി കൂടുതൽ കൊടുക്കുന്ന ഒരു അവസരത്തിലാണ് ആ തരിശുകളെ പുനരുജ്ജീവിപ്പിക്കുകയും നെല്ലുൽപ്പാദിപ്പിച്ച് നമ്മുടെ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ അത് വിതരണം ചെയ്യാനുള്ള ഒരു കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. വാർഡ് മെമ്പർ മഹേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. സുൽഫർ നാസർ, ശൈലജ, മണിയൻ, ശോഭാചന്ദ്രൻ, ലിമിത, ദേവസി വേലായുധൻ എന്നിവർ സംബന്ധിച്ചു. ജനമൈത്രി പോലീസ് കെയർ കമ്മിറ്റി, ലയൺസ് ക്ലബ് കുഴൂർ, നീം കെയർ ഹോസ്പിറ്റൽ മാള എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ചാലക്കുടി DYSP CR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കരിങ്ങച്ചിറ സ്നേഹവീട്ടിൽ സംഘടിപ്പിച്ച പരിപാടി മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയാചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KD ജോസ്, മത്തായി, രാജു ഡേവിസ്, വസിം രാജ, ജോസ് കണ്ണമ്പിള്ളി, ഫാദർ സാമുവൽ മാത്യു എന്നിവർ സംസാരിച്ചു. ഇങ്ങനെയുള്ള സ്ഥാപനം നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലുണ്ട്. ഞങ്ങൾ പലയിടത്തൊക്കെ സന്ദർശിക്കാറുണ്ട്. ഇത് എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു ഹൃദയമൊന്നുമില്ല. ഇത് കൊണ്ടുപോകണോ ഒന്നും, അല്ലെങ്കിൽ ഇതിനൊരു താങ്ങായിട്ട് ഒരു കരം കൊടുക്കാനൊന്നും എല്ലാവർക്കും താല്പര്യമില്ല. പക്ഷെ ഈ സമൂഹത്ത് ചില നല്ല ആൾക്കാരുണ്ട്. അത് ചിലര് ചെയ്യുന്നത് ആർക്കും അറിയത്തുപോലുമില്ല. അത്രത്തോളം വളരെ ആരും അറിയാതെ വലിയ ഒരു കൈത്താങ്ങൽ കൊടുത്ത് നമ്മുടെ അമ്മമാരെ സ്നേഹിച്ചതിൽ ഇതുപോലെ ആവശ്യമുള്ളിടത്ത് എത്തുക എന്നുള്ളത് ചില വ്യക്തികളുടെ ഒരു സമർപ്പണമാണ്. അവരുടെ ഒരു വലിയൊരു ഡെഡിക്കേഷനാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബഹുമാനമുള്ള സാറുമാരൊക്കെ ഇവിടെ ആയിരിക്കുന്നത്. അമ്മമാരെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പകരം വെക്കാൻ വേറെ ഒന്നുമില്ല. അമ്മ മാത്രമേ ഉള്ളൂ അമ്മയെന്ന് പറഞ്ഞു. അതിന് പകരമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തെക്കൻ താണിശ്ശേരി 76 നമ്പർ അംഗൻവാടിയിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. ടീച്ചർ ത്രേസ്യാമ്മ, ബിജു കൊടിയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്. ഉണ്ണീശോ പിറക്കുന്നതിന്റെ മുൻപായി നമ്മൾ ഒരു ആഘോഷം ഇവിടെ നടത്തുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കളും നമ്മുടെ പേരൻസും എല്ലാവരും കൂടി നമ്മൾ ഈ ആഘോഷത്തിലേക്ക് എല്ലാവരെയും വളരെ സന്തോഷവും ക്രിസ്മസിന്റെ പുതുവത്സര ആശംസ നേർന്നുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്തോളൂ. പ്രളയത്തില് ഓണം നമ്മുടെ മുങ്ങിപ്പോയി. ഓണമായിരുന്നു നമ്മളെല്ലാവരും, കേരളീയരായ എല്ലാവരും ഒരുമയോടെ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഓണം ആഘോഷിക്കാനായിട്ട് ഇത്തവണ നമുക്ക് സാധിച്ചില്ല. നമ്മൾ ഇത്തവണ ക്രിസ്തുമസും ന്യൂ ഇയറുമാണ് ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കുന്നത്. എല്ലായിടത്തും അങ്ങനെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ അംഗൻവാടിയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഈ കുഞ്ഞുമക്കളുടെ ക്രിസ്തുമസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്.
എല്ലാവർക്കും ഈ ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ആദ്യമേ നേർന്നുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം, ഇന്ന് പറവൂർ ഒരു സ്കൂൾ തന്നെ, ഒരു അംഗനവാടി തന്നെ ഹൈടെക് അംഗനവാടിയാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അതായത് AC അംഗനവാടിയായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾക്കും അടുത്ത വർഷം ഇതുപോലെ ഈ അംഗനവാടി ഒരു AC അംഗനവാടിയായി, എയർ കണ്ടീഷൻ ചെയ്ത ഒരു അംഗനവാടിയായിട്ട് മാറട്ടെ എന്ന് ഈ ക്രിസ്മസിൻ്റെ വേളയിൽ, ആഘോഷത്തിൻ്റെ വേളയിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. മാള കേബിൾ വിഷൻ വെള്ളാങ്ങല്ലൂർ ബ്യൂറോ ക്യാമറാമാൻ കൂത്തുപാലക്കൽ സുബ്രഹ്മണ്യന്റെ മകൻ സുനിൽകുമാർ നിര്യാതനായി. അർബുദരോഗബാധിതനായി ചികിത്സയിലായിരുന്നു. സംസ്കാരം 23/12/18 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 2895 രൂപ, പവന് 23,160 രൂപ. ക്രിസ്മസ്, ന്യൂ ഇയർ പ്രമാണിച്ച് വൈവിധ്യവും രുചികരവുമായ കേക്കുകളുടെ കലവറയുമായി മാളയിലെ മോഡി ലൈവ് ബേക്ക് ഷോപ്പ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. വിവിധ തരം ഫ്ലേവറുകളും വ്യത്യസ്ത രുചികളുമായി മോഡി എക്സ്ക്ലൂസീവിന് ഫ്രഷ് ക്രീം കേക്കുകൾ മിതമായ നിരക്കിൽ ലഭ്യമാണ്. കൂടാതെ സ്പെഷ്യൽ പുഡിംഗ് കേക്കുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. കളറുകളോ പ്രിസർവേറ്റീവ്സോ ചേർക്കാതെ തനത് രുചിയിലുള്ള കേക്കുകൾ മോഡിയുടെ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ്. റിച്ച് പ്ലം കേക്ക്, മാർബിൾ കേക്ക്, ടീ കേക്ക്, ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് എന്നിങ്ങനെ വൈവിധ്യമാർന്ന കേക്കുകളുടെ ശേഖരവുമായാണ് മോഡി ക്രിസ്മസ് കാലത്തെ വരവേൽക്കുന്നത്. മോഡി മാനേജ്മെന്റ് ക്രിസ്മസ്, ന്യൂ ഇയർ പ്രമാണിച്ച് കേക്കുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട്.
മോഡി ലൈവ് ബേക്ക് ഷോപ്പ് സെലിബ്രിറ്റി കോർട്ട് മാള, മോഡി ബേക്കേഴ്സ് അന്നമനട, മോഡി ലൈവ് ഫുഡ് കോർട്ട് ചാലക്കുടി. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് അഷ്ടമിച്ചിറ സുപ്രീം ബേക്കറി ആൻഡ് റെസ്റ്റോറന്റിൽ രുചികരമായ കേക്കുകൾ വിൽപ്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നു. ഡ്രൈ ഫ്രൂട്ട്സും നെയ്യും തേനും ഉപയോഗിച്ച് നിർമ്മിച്ച പ്രത്യേകതരം കേക്കുകളും സ്പെഷ്യൽ റിച്ച് പ്ലം കേക്കുകളും ഇവിടെ ലഭ്യമാണ്. ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക്, മാർബിൾ കേക്ക്, പ്ലം കേക്ക് എന്നിങ്ങനെ വൈവിധ്യവും രുചികരവുമായ കേക്കുകളുടെ ശ്രേണിയുമായാണ് സുപ്രീം ബേക്കറിയുടെ ക്രിസ്മസ് വിപണി തയ്യാറെടുത്തിരിക്കുന്നത്. ബർത്ത്ഡേ പാർട്ടി, വെഡ്ഡിംഗ് ആനിവേഴ്സറി തുടങ്ങിയ ആഘോഷങ്ങൾക്കായി 50ഓളം പേർക്ക് ഉപയോഗിക്കാവുന്ന അത്യാധുനിക സൗകര്യങ്ങളുള്ള ഹാൾ സുപ്രീം ബേക്കറിയിൽ ലഭ്യമാണ്. അഷ്ടമിച്ചിറ സുപ്രീം ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള ജൂത ശ്മശാനത്തിന്റെ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് സംഘർഷം. അളവെടുപ്പിനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റുകളുടെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.